ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിലവിൽ നമ്മൾ ഒരുപാട് ഭവന നിർമ്മാണ പദ്ധതികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. PMAY പോലുള്ള പദ്ധതികളാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഭവന നിർമ്മാണത്തിന് ഫ്രീ ആയി 4 ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് PMAY. ഇത് ഏറ്റവും താഴേക്കടയിൽ നിൽക്കുന്ന ജനങ്ങൾക്കാണ് ലഭിക്കുന്നതെങ്കിൽ മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇങ്ങനെയൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് 20 ലക്ഷം രൂപയാണ് ലോണായിട്ട് നേടിയെടുക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് പലിശരഹിതമായിട്ടാണ് നൽകുന്നത്. ഒരു ഭവനം എന്ന സ്വപ്നം കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. കാരണം അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ കിടന്നുറങ്ങാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഭവനം എന്ന സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് വഴികൾ തിരയുകയും ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇങ്ങനെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ ജപ്തി എന്ന ഭീഷണിക്ക് മുമ്പിൽ കീഴടങ്ങിയാണ് ഒട്ടുമിക്ക ജനങ്ങളും ചെയ്യുന്നത്. മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന ജനങ്ങൾ ലോൺ എടുത്തുകൊണ്ട് താഴേക്കടയിലേക്ക് വരുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അത്തരം സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് മിഡിൽ ക്ലാസ് ജനങ്ങൾക്കും മുന്നോട്ടു പോകാനുള്ള ഒരു വഴിയൊരുക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മളൊരു ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ലോൺ എടുക്കുന്നത് എങ്കിൽ നമ്മൾ തിരിച്ചടയ്ക്കുമ്പോൾ അതിന്റെ ഇരട്ടി തുകയാണ് അടയ്ക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് 10% മിനിമം ഒരു ഹൗസിംഗ് ലോണിന് പറയുന്നത്. ഈ തുക നമ്മൾ 10 ലക്ഷമാണ് എടുക്കുന്നതെങ്കിൽ ഒരു വർഷം നമുക്ക് 1 ലക്ഷം രൂപ പലിശീനത്തിൽ വരും. 10 വർഷം കൊണ്ട് നമ്മൾ തിരിച്ചടയ്ക്കുമ്പോഴേക്കും നമുക്ക് 10 ലക്ഷം രൂപ പലിശീനത്തിൽ വന്നിട്ടുണ്ടാവും. സോ ഇത് വലിയൊരു തുകയാണ്. സാധാരണ ജനങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ബാങ്കുകളിലേക്ക് തിരിച്ചടച്ചു തീരുകയാണ്. ആയതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് പരിഹാരമെന്ന നിലയിൽ 20 ലക്ഷം രൂപ പലിശരഹിതമായി വായ്പ നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഈ പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് 30 വർഷമാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് മാസ അടവ് 6000 രൂപയിൽ താഴെയാണ് വരിക. ആയതുകൊണ്ട് നമുക്ക് ഈ തുക തീർച്ചയായിട്ടും അടച്ചു തീർക്കാൻ സാധിക്കുന്നതാണ്. സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നതും ഇതുതന്നെയാണ്. നമ്മളെ കൊണ്ട് അടയ്ക്കാൻ കഴിയുന്ന ഒരു തുകയ്ക്ക് ഭവന നിർമ്മാണത്തിന് വായ്പ നൽകുക, കെട്ടുറപ്പുള്ള ഭംഗിയുള്ള ഒരു സംസ്കാരമുള്ള ജനതയെ പടുത്തുയർത്തുക, അതാണ് ലക്ഷ്യം. നിങ്ങൾക്ക് ഈ ലോണിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. ലോണിന് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോൺ നേടിയെടുക്കുന്നതിന് വേണ്ടി യാതൊരു ഈടോ ജാമ്യമോ നൽകേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ലോൺ എടുത്തുകൊണ്ട് പിന്നീട് അടയ്ക്കാതെ മുടക്കാം എന്ന ലക്ഷ്യത്തോടു കൂടി ലോൺ എടുക്കാൻ സാധിക്കുന്നതല്ല. ലോൺ യാതൊരു മുടക്കവുമില്ലാതെ അടയ്ക്കുന്നവർക്ക് മാത്രമേ പലിശരഹിതമായി ലഭിക്കുകയുള്ളൂ. ലോണിൽ മുടക്കം വരുത്തുന്നവർക്ക് പലിശ ആഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തുക എടുക്കുന്ന സമയത്ത് തീർച്ചയായും ആ തുക നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ തുക എടുക്കാവുന്നതാണ്. അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ തുക വ്യക്തമായി അടച്ചു തീർത്ത് യാതൊരുവിധ ബാധ്യതയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ സ്വപ്ന ഭവനം സ്വന്തമാക്കാനും സാധിക്കുന്നതാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മിഡിൽ ക്ലാസ് ജനതയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ പദ്ധതി തീർച്ചയായും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ്. കഴിഞ്ഞുപോയ ഇലക്ഷനുകളിൽ മിഡിൽ ക്ലാസ് ജനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്തതിനാൽ മിഡിൽ ക്ലാസ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അത്തരം പ്രതിഷേധങ്ങളെ കടന്നു പോകാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഈ പദ്ധതി നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും ഈ ലോണിന് വേണ്ടി അപേക്ഷിച്ച് സ്വീകരിക്കാവുന്നതാണ്.